ഹായ് ഗൈസ്, നമ്മളിന്ന് എവിടേക്കാണ് പോകുന്നത്? നിങ്ങൾ ഞങ്ങളുടെ ക്യാപ്ഷൻ കണ്ടിട്ട് മനസ്സിലാവും. ഞങ്ങളിന്ന് KSRTC ബജറ്റ് ടൂറിസത്തിൻ്റെ ട്രിപ്പിനാണ് പോകുന്നത്. ഞാനൊരു 3-4 തവണ പോയിട്ടുണ്ട്. ഞാൻ ഈ കുട്ടികളെ കളിക്കാൻ വേണ്ടി കൊണ്ടുപോകണം. പക്ഷേ അവർ ഇന്നലെ ഒരു മെസ്സേജ് ഇട്ടു, അതിലത്തെ മെയിൻ അട്രാക്ഷനിലേക്ക് പോകാൻ പറ്റില്ല, മഴയായത് കാരണം. സോ ഞങ്ങൾ എല്ലാം പാക്കാക്കിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് ലേറ്റായി, 7 മണിയാവുമ്പോഴത്തേക്ക് എത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം അല്ലേ? യെസ്. പാലക്കാട് ബസ് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് ബസ് കിട്ടിയിരിക്കുകയാണ് എല്ലാവരും. പക്ഷെ കറക്റ്റ് ടൈമിൽ എത്തുമെന്നാണ് നമുക്കറിയാത്തത്. റോഡ് എത്തിയിരിക്കുകയാണ്. ഇനി ഓട്ടോ എടുത്തിട്ട് വേണം KSRTC പോകും. സോ ഞങ്ങൾ ഓട്ടോ എടുത്തു. ഇനി ഞങ്ങൾ 2 മിനിറ്റ് നോക്കി KSRTC ബസ് കണ്ടിട്ട്. അപ്പോൾ ഞങ്ങൾ ഓട്ടോ എടുത്തതിന് ശേഷം ഓട്ടോയ്ക്ക് 120 ആണ്. ഇതാണ് നമ്മൾ പോകുന്ന ബസ്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ ബസ്, അതുകൊണ്ട് ഞങ്ങൾ നിറയെ സ്നാക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ 7 മണിക്ക് തന്നെ നമ്മൾ സ്നാക്സ് കഴിക്കുകയാണ് ഗൈസ്. സാധാരണ ആദ്യം പോകുന്നത് സീതാർകുണ്ടിലായിരുന്നു. പക്ഷെ അവിടെ ഇന്നലെ സാഹചര്യം മോശമായിട്ട് വണ്ടികളൊന്നും കയറാൻ കഴിയാത്ത രീതിയിലായി. ഇന്നലെ അങ്ങനെ ഞങ്ങൾ സീറ്റൊക്കെ പിടിച്ചു. ഞങ്ങൾ ഓർഡർ ചെയ്ത മസാല ദോശ എത്തിക്കഴിഞ്ഞു. ഞാനകയുടെ ഗീ റോസ്റ്റ് ഉണ്ട്, ഞാനകയുടെ നെയ് റോസ്റ്റ് ഉണ്ട്. സന്തോഷമായോ? ഇതാണ് ഇവിടുത്തെ ചിത്രം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു, ഇവിടെ എത്തി. ഞങ്ങൾ കഴിച്ചു വന്നു. ക്യാഷ് കൊടുത്തു 165, ഒരാൾ 55. എൻട്രി ഫീസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ പൈസ നമ്മൾ കണ്ടക്ടറിന് കൊടുക്കും. 4 സബ്ജക്റ്റ്. വെള്ളച്ചാട്ടം ഉണ്ട്. മല വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. പോത്തുപാറ എസ്റ്റേറ്റിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. KSRTCക്ക് മാത്രമേ ഇവിടെ പോകാൻ പറ്റുള്ളൂ. ഇത് മലാരു എസ്റ്റേറ്റിൻ്റെ സ്കൂളാണ്.
അതൊക്കെ നടക്കുകയാണ്. അട്ട കടിച്ചു കഴിഞ്ഞാൽ എടുത്തിട്ടുണ്ട് സാനിറ്റൈസർ. വരുന്നില്ല ചേച്ചി. ജെയിംസ് ബോണ്ട് എന്നെ കണ്ട ജാദുവിനെ जादू अल्ला मिनियन पता है ना. കുട്ടികൾക്ക് പേടിയാണ് അട്ടേനെ, വളരെ വളരെ പേടിയാണ്. അതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങണില്ല എന്ന് പറഞ്ഞത്. അതെടുത്ത് റെക്കോർഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ കേശവൻപാറ എത്തി. കുറച്ച് ട്രക്കിംഗ് ഉണ്ട്, മഴയില്ല ഇപ്പോൾ. സോ അങ്ങനെ ഞങ്ങൾ കേശവൻപാറയിലേക്ക് ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ट्रक ചെയ്ത് വന്നിട്ടില്ലേ? ഇല്ല, പോണേ ഉള്ളൂ. പൊക്കോണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഓക്സിജൻ അതിന്റെ അകത്ത് വീണു. എന്ത് കഴിഞ്ഞ ഹായ് പറയ് ജിത്തു. ഹായ് ചിരിക്കും. ചേച്ചി നെറ്റിട്ടുണ്ടോ? ജിത്തു നോക്ക്, അനക നോക്ക്. സോ ഗൈസ്, എങ്ങനെയുണ്ട് കേശവൻപാറ? മഴ ഉണ്ടായിരുന്നില്ലെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. മഴയുള്ളപ്പോഴാണ് സൂപ്പർ. ഞങ്ങൾ ഒരിക്കൽ വെയിലത്ത് വന്നിട്ടുണ്ട് ഈ സ്കൂളിൽ നിന്ന്, കോളേജിൽ നിന്ന്. ജിത്തു പറ എങ്ങനെയുണ്ട്? ജിത്തു ആദ്യമായിട്ടാണ് ഒരു തംസപടി. കേശവൻപാറ ഇറങ്ങി. ഇനിയിപ്പോൾ അങ്ങോട്ട് നടക്കണം. ഇനി ലഞ്ച് ബ്രേക്കാണ്. തോന്നുന്ന അവരൊന്നും കാണാനില്ല. നമ്മുടെ കൂടെ വന്ന ഗ്യാങ്ങിനൊന്നും കാണാനില്ല. പൊടി പോലും കാണില്ല. കുഴപ്പമില്ല. നേരത്തെ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ട് വെയിറ്റ് ചെയ്തു. പിന്നെ അവർ വെയിറ്റ് ചെയ്തു. ജിത്തുവിന് ടെൻഷൻ. വണ്ടി എങ്ങാനും വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ജിത്തു എന്ത് ചെയ്യും ജിത്തു? എനിക്ക് രണ്ട് ചേച്ചിമാരെ വിശ്വാസമില്ല. അയ്യോ, ഞങ്ങൾ മാംഗോ ബാർ കഴിക്കുകയാണ്. ഇത് കിട്ടിയിട്ടില്ല. സോ അങ്ങനെ ഇരിക്കില്ല. സോ അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോഴും ഇവിടെ കഴിച്ചത്. ഇവിടെയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് ഗൈസ്. യെസ്.
ഇവിടെ ബിരിയാണി ഉണ്ട്, ചോറും ഉണ്ട്. ഏതാ വേണ്ട? എനിക്ക് സ്റ്റാർട്ടേഴ്സ് വല്ലതും മതി. സ്റ്റാർട്ടേഴ്സ് ഒന്നും കിട്ടില്ല, വേണേൽ കല്ല് വരത്തിന്. ജിത്തുവിന് എന്താ വേണ്ട? ബിരിയാണി വേണോ ചോറ് വേണോ? ജിത്തു നോക്കാൻ പാടില്ല. ഓക്കെ ബൈ. സോ മീൽസിന് ഫിഷ് ഫ്രൈയും കൂടെ ചേർത്തിട്ട് 160 ആണ്, സെപ്പറേറ്റ് ആണെങ്കിൽ 80 ആണ്. ബിരിയാണി 140 ആണ്. ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയതും മഴ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ബസ്സിൽ ഇരുന്നപ്പോൾ നമ്മൾ ഓറഞ്ച് ഫാമിലേക്ക് പോകും, ബസ് പോകുന്ന പറഞ്ഞിട്ടാണ് നമ്മളവിടെ വെയിറ്റ് ചെയ്ത്. പക്ഷെ വരണവരൊക്കെ കോട്ടെടുത്തിട്ട് താഴത്തേക്ക് ഇറങ്ങി പോകണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായില്ല. കണ്ടക്ടർ വന്ന് പറഞ്ഞു, നിങ്ങൾ പോണില്ലേ ഓറഞ്ച് ഫാമിലേക്ക്, ഫുഡ് കഴിച്ച് അങ്ങനെ ഉറങ്ങുകയാണോ ചോദിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓറഞ്ച് ഫാമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കഴിഞ്ഞ തവണ ഞങ്ങൾ അവിടെ ഇറങ്ങി നിർത്തി. കഴിഞ്ഞ തവണ ഞങ്ങൾ ഓറഞ്ച് ഫാമിൻ്റെ അടുത്തായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നടന്ന് അങ്ങനെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കൺഫ്യൂസ്ഡായി. അപ്പോൾ ഞങ്ങൾ കോട്ടിട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്, മഴ ചാറുന്നുണ്ട്. പക്ഷെ അവർ നമ്മൾ ഫുഡ് കഴിച്ച് ഉറങ്ങുകയാണെന്നാണ് വിചാരിച്ചത്. വളരെ എംബാരസിംഗ് ആയിരുന്നു. ആദ്യം പോയത് ഉറങ്ങാൻ ചിത്തുവാണ്. ഞാൻ പോയിട്ട് നിങ്ങളാണ് വന്നിട്ട് കയറി ഇരുന്നിട്ട് ഇനിയിപ്പോ അവിടെ പോണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾ ഇവിടെ എവിടെയാണ് നിർത്തിയത്. ഇതിപ്പോൾ നമുക്ക് അവിടെ നിന്ന് നടക്കണം, കഴിച്ച മീനൊക്കെ ദഹിക്കും. ഞങ്ങളൊരു 200 മീറ്റർ നടന്നിട്ട് അങ്ങനെ ഓറഞ്ച് ഫാമിൽ വന്നേക്കാണ്. സോ ഞങ്ങൾ കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ പോയേക്കാണ്. കാലങ്ങളിൽ നമ്മുടെ വീടുകളിലൊക്കെ സർവ്വസാധാരണമായിട്ട് കണ്ടുവന്നിരുന്ന ഈ ചെടി ഇപ്പോൾ കാണാൻ പൂച്ചവാൽ. ഞങ്ങൾ ട്രീ ഹൗസിൽ കയറിയിട്ടാണ്. ഇത് വന്നില്ല. വരുന്നോ? ഞങ്ങളിപ്പോൾ സോ ഇതാണ് ട്രീ ഹട്ട്. ഹൈറ്റ് ഒക്കെ മാത്രം ട്രീ ഹട്ടിൽ കയറി. ജിത്തു കേറിയിരിക്കുകയാണ് അങ്ങനെ ഒറ്റയ്ക്ക്. അവൻ ആ ട്രീ ഹട്ടിൽ എത്തിയിരിക്കുകയാണ്. അവന് സ്വന്തമായ സാമ്രാജ്യം, വേറെ ആരുമില്ല. അങ്ങനെ ഞങ്ങള് ഓറഞ്ച് ഫാമിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. എക്സ്പീരിയൻസ് എനിക്കിഷ്ടായി, നന്നായിട്ടുണ്ടായിരുന്നു ട്രീ ഹട്ട്. ജിത്തു പറയൂ, ട്രീ ഹട്ട് ഇഷ്ടായോ? അത്രയ്ക്ക് പേടിപ്പെടുത്തുന്ന മതിയൊന്നുമില്ലേ? ഓക്കെ, അത്രയും. അങ്ങനെ ഞങ്ങള് ഓറഞ്ച് ഫാമിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ പൊന്നുന്നില്ല, മഴ തോന്നും. ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളുടെ ബസ്സിൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഫാം. അവിടെ ഞങ്ങൾക്ക് ഒരു ഓറഞ്ച്
ഒരു ബോട്ടിൽ വെള്ളം പോലും എടുക്കാണ്ട് ഈ സ്റ്റെപ്പ് മുഴുവൻ കയറി സ്റ്റെപ്പിൽ നിന്ന് താഴെ ഇറങ്ങി അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പാർക്കിൽ പോകണമെന്നായിരുന്നു പ്ലാൻ. എന്നും പൂക്കൾ മോഷ്ടിക്കുന്ന യുവതി. അപ്പുസേ ആരുണ്ടാക്കി തന്നെ? ആരുടെ വല്യമ്മ? ജിത്തു മുത്തശ്ശൻ. എന്താ ചെയ്യണ്ടേ ഇവിടെ? അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങളുടെ ബസ്സിലെത്തി കയറണം. കഴിഞ്ഞു അതോടെ ഞങ്ങളുടെ നെല്ലിയാമ്പതി ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അനഘയും ജിത്തു പഴംപൊരി കഴിക്കുന്നു. സോ ഇത് ഞാൻ വാങ്ങിച്ചു. ജിത്തു പഴംപൊരി, അനഘ പഴംപൊരി. അങ്ങനെ ഞങ്ങളുടെ യാത്ര കഴിഞ്ഞു. ഇവിടെ യാത്ര കഴിഞ്ഞിരിക്കുകയാണ്. തിരിച്ച് KSRTC സ്റ്റാൻഡിൽ എത്ര മണിക്ക് എത്തി? 6:35. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകണം. അതെ, അത് നന്നായിട്ടുണ്ടായിരുന്നു. വളരെ ടയേർഡാണ് ഞങ്ങൾ, പക്ഷെ നന്നായിട്ടുണ്ടായിരുന്നു. എക്സ്പെക്ടേഷനെക്കാട്ടും നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കോങ്ങാട് എത്തിയിരിക്കുകയാണ്. രണ്ടാമത്തെ ജിത്തു ഉറങ്ങിയില്ല, അനക്ക് ഉറങ്ങി നന്നായിട്ട്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീടെത്താനായി. യെസ്, ഞങ്ങൾ ഇവിടുന്ന് ഓടിയിട്ടായിരുന്നു രാവിലെ പോയിട്ടുണ്ടായിരുന്നു. ബസ് മിസ്സാവുമോ എന്നുള്ള ഒരു ടെൻഷനിൽ, പക്ഷെ ബസ്സൊന്നും മിസ്സായത് സെറ്റായി. ട്രിപ്പ് അടിപൊളിയായിരുന്നു. യെസ്, ആ ചേട്ടന്മാർ വളരെ നല്ല ആൾക്കാരായിരുന്നു ആൻഡ് വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ജസ്റ്റ് സ്പീക്കറിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് ഇവരെയും കൊണ്ട് KSRTCയിലെ ട്രിപ്പിലൊക്കെ പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ പോയതുകൊണ്ട് ഞാൻ മുംബൈയിൽ പോയപ്പോൾ ഇവരെന്നെ എല്ലാ സ്ഥലങ്ങളും കൊണ്ട് കാണിച്ചു. അപ്പോൾ എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങൾ കാണിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞങ്ങൾ ബജറ്റ് ട്രിപ്പ് ചൂസ് ചെയ്തത്. ഇരുട്ടായി. സോ എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തത് നോർമൽ ബസ്സിൽ ഇങ്ങനെ പോയിട്ട് അവർ പറയും ഇതാണ് അതാണ് ആൻഡ് വളരെ ഫോർമൽ അതായിരിക്കും. പക്ഷെ വളരെ ചില്ലായിരുന്നു ആൻഡ് അവർ വളരെ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്തില്ല അവർ. പക്ഷെ ടൈം തന്നു എല്ലാം കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് ആ മഴയത്ത് അത് സ്ഥലത്തെ കാണുക, അതൊരു വളരെ ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ്. ഞാൻ കഴിഞ്ഞ തവണ ഓഗസ്റ്റിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അന്നേരം മഴയുണ്ടായിരുന്നു, പൂവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയധികം കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഇടയ്ക്ക് വന്നും പോയിക്കൊണ്ടും കറണ്ട് പോണ പോലെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇത്തവണ ഫുള്ള് മഴയായിരുന്നു. കുറച്ച് സമയം മുതൽ നമുക്ക് കോട്ട് അഴിക്കേണ്ടി വന്നിട്ടുണ്ട്. ഫുൾ ടൈം നമ്മൾ മുടിയൊക്കെ എല്ലാ പ്രാവശ്യം താഴെ ഇറങ്ങുമ്പോൾ നനയും. പിന്നെ ബസ് കയറി കഴിഞ്ഞാൽ തുടങ്ങും, വീണ്ടും ഞങ്ങൾ പോയിട്ട് നനയ്ക്കും. അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ ഇത്തവണ സീതാർ കൊണ്ട് പോകാൻ പറ്റിയില്ല. കാരണം തലേദിവസം തന്നെ അവർ പറഞ്ഞു അവിടെ ബ്ലോക്കായി, അവിടെ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആക്ച്വലി നെല്ലിയാമ്പതി ട്രിപ്പിന്റെ ഒരു വൺ ഓഫ് ദ ഐക്കോണിക് പ്ലേസ് ആണ് സീതാർ. അല്ല, ആ നെല്ലിയാമ്പതി നടിക്കുമ്പോൾ നമുക്ക് ആ നെല്ലിമരം കാണുന്ന പ്ലേസ് അതാണ്. അത് സ്യൂസൈഡ് പോയിന്റ് പോലത്തെ എന്തോ സംഭവമാണ്, അതുകൊണ്ടാണെന്നാ തോന്നുന്നത്. അപ്പോൾ അങ്ങനെയാണ്. സോ ഇവരെ ബജറ്റ് ട്രിപ്പിൽ കൊണ്ടുപോകണം എന്ന് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. പാലക്കാടത്തെ സ്ഥലങ്ങളൊക്കെ എനിക്ക് കാണിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. കാരണം ഇവർ എന്നെ മുംബൈത്തെ സ്ഥലങ്ങളൊക്കെ കാണിച്ചുകൊണ്ട്
അപ്പോൾ എനിക്ക് നെല്ലിയാമ്പതിയിലേക്ക് ഇവളെ വണ്ടി ഓടിച്ചിട്ടോ അല്ലെങ്കിൽ അവരെ വണ്ടി ഓടിച്ച് കൊണ്ടുപോകാനുള്ള ധൈര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട്, പിന്നെ ഞങ്ങൾക്ക് ഓട്ടോ ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ ബജറ്റ് ട്രിപ്പ് ചൂസ് ചെയ്തു. അതാണ് ഞങ്ങളുടെ യാത്ര. ഇനി ഇപ്പൊ മേമ വന്ന ശേഷം മേമ പോകുന്നതാണ്. ചേച്ചിയും പറഞ്ഞോ, ചേച്ചിയോടും പറഞ്ഞോ? നേരത്തെ പറഞ്ഞില്ലേ, നീയല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞു. സോ മേമ വെക്കേഷൻ വന്നിട്ട് മേമ പോകുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം മിക്കവാറും എൻ്റെ അമ്മയും കൂടെ കൂട്ടിന് പോകുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അല്ലേ ചിത്തു? പറയൂ ചിത്തു. സോ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത KSRTC ട്രിപ്പിന്റെ റിവ്യൂ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. നമ്മള് ക്രൂ മെമ്പേഴ്സിന്റെ കാര്യം പറഞ്ഞില്ല, നീ പറഞ്ഞു അല്ലേ? ഞാൻ പോയ സമയത്ത് സിന്ധു ചേച്ചിയായിരുന്നു കണ്ടക്ടർ ആയിട്ടുണ്ടായിരുന്നത്. ഡ്രൈവർ ചേട്ടൻ സീമൻ ആയിരുന്നു. അപ്പം കുറച്ച് ഡിഫറൻസസ് ഒക്കെ ഉണ്ട്. കാരണം അവരുടെ ഇതിനനുസരിച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി ഇതിൽ ട്രിപ്പിൽ കുറച്ച് ചേഞ്ചസ് തോന്നും. സോ എക്സ്ട്രോവേർട്ടായിട്ട് ഇങ്ങനെ എല്ലായിടത്തും ഭയങ്കര വൈബ് അടിച്ച് നടക്കുന്ന ആളുകൾക്ക് ചിലപ്പം ഡൗട്ട് ഉണ്ടാവും KSRTC ട്രിപ്പ് നല്ലതാണോ അല്ലയോ എന്ന്. പക്ഷെ അത് അവർക്ക് അടിപൊളിയായിരിക്കും. ആക്ച്വലി ഈ സൗണ്ട് അല്ലെങ്കിൽ ഈ ബഹളമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് സീറ്റ് നോക്കി ബാക്കിയാണെങ്കിൽ ചാടി പറഞ്ഞ് അവിടെ എത്തും. അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഹെഡ്സെറ്റ് ഒക്കെ നല്ല നോയിസ് ക്യാൻസലേഷൻ ഒക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പക്ഷെ നിങ്ങൾക്ക് നല്ല വ്യൂ കിട്ടും. ഫസ്റ്റ് സീറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കാണാനൊക്കെ പറ്റും. കോടയൊക്കെ അടിപൊളിയായിട്ട് കാണാം. ഡ്രൈവർ ചേട്ടൻ്റെ കൂടെ നമുക്ക് നമ്മൾ ഓടിക്കണോ എന്താ വിർച്വൽ ഗെയിം കളിക്കണം അതിനൊരു ഫീൽ ഉണ്ടാവും. പിന്നെന്താ, ഫുഡൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് ടേസ്റ്റ് ഇഷ്ടമായി. ഞാൻ ബിരിയാണി ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ നന്നായിട്ടുണ്ടാവില്ല, പക്ഷെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഞാൻ മീൽസാണ് എടുത്തത്, കാരണം ഫിഷ് ഫ്രൈ എൻ്റെ വീക്ക്നെസ് ആണ്. അപ്പോൾ ഞാനത് എടുത്തു. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ബിരിയാണിയുടെ കൂടെ ഒരു ഫിഷ് ഫ്രൈ കൊടുക്കുന്നത്. റൈസ് അത്ര കറികളൊന്നും അത്ര പോരാ, എന്നാലും ഞാൻ കഴിച്ചു. ചേച്ചി എന്താ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ KSRTC ട്രിപ്പിൻ്റെ അനുഭവങ്ങൾ.